Hello friends, welcome back to my new video. So friends, നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പോക്കോ എക്സിന്റെ ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരാം, അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്തു തരാം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പോക്കോ എക്സിന്റെ ഒരു കിടക്കാച്ച അൺബോക്സിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോയി കാണേണ്ടതാണ്. അപ്പോൾ ആ അൺബോക്സിംഗ് നമ്മൾ എല്ലാത്തിനും ഒരു ചെറിയൊരു ഡീമെറിറ്റും അതുപോലെ തന്നെ അതിന്റെ എല്ലാ മെറിറ്റ്സും എല്ലാം നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പോക്കോ എക്സിന്റെ ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പോക്കോ എക്സ് എങ്ങനെയുണ്ട്, ഒരു വാങ്ങാൻ പറ്റിയ ഫോൺ തന്നെയാണോ, അത് ഈ ഫോണോട് കമ്പയർ ചെയ്യുന്ന വേറെ ഡിവൈസ് ഉണ്ടോ, അതുപോലെ തന്നെ ഒരു പ്രൈസ് ഒരു 18,500 എന്നുള്ള പ്രൈസിന് വേർത്ത് തന്നെയാണ് നമ്മുടെ പോക്കോ എക്സ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഈ ഡിസൈൻ ആ കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബോഡി നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ബോഡി തന്നെയാണ്. എന്ന് നോക്കുകയാണെങ്കിൽ ഒരു 10.1 mm തിക്നെസിന്റെ ഒരു ബോഡി വരുന്ന ഒരു ഫോൺ നമ്മുടെ പോക്കോ എക്സ്. അതുപോലെ നമ്മുടെ ഫോണിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 225 ഗ്രാംസ്, ഒരു 225 ഗ്രാംസ് നമ്മുടെ ഫോണിന്റെ വെയിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റിലും അത്യാവശ്യം നല്ല തിക്നെസ്സിലുമാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഒരു ബൾക്ക് ഡിവൈസ് ആണ് നമ്മുടെ, എന്താ പറയാ, ഇപ്പോ ചെറിയ മരക്കഷ്ണം കൊണ്ടു നടക്കുന്ന പോലെ ഫീൽ ആണ്. ഒരു നല്ല തിക്നെസ്സിലും നല്ല വെയിറ്റിലും കൊണ്ടുവരുന്ന ഒരു ഫോണാണ് നമ്മുടെ. ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് ആണ് നമ്മുടെ ഈ തിക്നെസ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നതും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിലുള്ള ഡിസ്പ്ലേ ആൻഡ് ബാക്ക് സൈഡിൽ പാനലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒരു ഡിവൈസാണ് നമ്മുടെ ബാക്കിൽ. പ്ലാസ്റ്റിക് ലോക്കൽ പ്ലാസ്റ്റിക് അല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ആണ്. ഒരു ഗ്ലാസ്റ്റിക് എന്ന് പറയും. നല്ല ഡിസൈനും അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി, ഒരു പ്ലാസ്റ്റിക്കിൽ നമ്പർ 1 ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കുറച്ച് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല ബോഡി മെറ്റീരിയൽ, ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഗ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മുടെ ഫോണിന്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ദെൻ ഇതിന്റെ ബാക്ക് സൈഡിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ്. നല്ല കളേഴ്സിലൊക്കെയാണ് നമ്മുടെ ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ, അതായത് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. AMOLED ഒന്നുമില്ല, സാധാ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേയുടെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ. നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള നല്ല രീതിയിൽ പിക്ചർ ക്വാളിറ്റി എല്ലാം തരുന്ന ഒരു 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള നമ്മുടെ ഫോണാണ് നമ്മുടെ. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഡിവൈസ് ആണ്. അതുപോലെ തന്നെ 240 Hz ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടിയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഫോണൊക്കെ നമുക്ക് സിമ്പിളായി ഗെയിം കളിക്കാനും സിമ്പിളായി യൂസ് ചെയ്യാനും നല്ല സ്പീഡപ്പ് എല്ലാം കിട്ടുന്ന ഒരു ഡിവൈസ് തന്നെയാണ് അതിന്റെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വേറെ ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്രഷ് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിഫ്രഷ് റേറ്റ്, ഇപ്പൊ 120 Hz റിഫ്രഷ് റേറ്റ് ഒരു മാക്സിമം എത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോ സാധാ ഫോണിൽ യൂസ് ചെയ്താണ്, ജസ്റ്റ് ഇപ്പോ ഫോട്ടോസ് എടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു കാഷ്വൽ യൂസ് ആണ്, ഓഫീസ് വർക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഗ്രാഫിക്സിന്റെ അതുപോലെ തന്നെ ഒരു അത്രയ്ക്ക് ആവശ്യം വരുന്നില്ല. അപ്പൊ അത് ആ നേരത്തൊക്കെ ഒരു സാധാ രീതിയിൽ റിഫ്രഷ് റേറ്റ് കുറയുന്നതായിരിക്കും. ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചാർജും ബാറ്ററി കപ്പാസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള രീതിയിലുള്ള ഒരു സ്പെക് ആയിട്ടുള്ള ഡിവൈസ് ആണ് നമ്മുടെ പോക്കോ എക്സ്. അടുത്തായിട്ട് ഇതിന്റെ കോളിംഗ് കപ്പാസിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കോൾ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ വോയിസിന് വല്ല ചേഞ്ച് വരുന്നുണ്ടോ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിന് പ്രത്യേകിച്ച് ഡിമെറിറ്റ്സ് ഒന്നും പറയാനായിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് കംപ്ലൈന്റ്സ് ഒന്നും ആ ഒരു കാര്യത്തിലോട്ട് വരുന്നില്ല. ഏത് സിം ആയാലും ആ സിമ്മിന്റെ റേഞ്ച് പോലെ ഇരിക്കും. അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ ഇതിന്റെ സ്പീക്കേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും മോൾ ഭാഗത്തും അടിഭാഗത്തും 2 സ്പീക്കറായിട്ടാണ് വരുന്നത്. ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് നമ്മുടെ ഫോണിന് വരുന്നത്. അടിഭാഗത്ത് സ്പീക്കറിനും അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്, മോൾ ഭാഗത്തും അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള സ്പീക്കർ തന്നെയാണ് വരുന്നത്. അടുത്തതായിട്ട് ഇതിന്റെ പ്രൊസസർ, നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്ന ഏറ്റവും മെയിൻ സംഭവമാണ് പ്രൊസസർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊസസർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 732Gയുടെ ഒരു പ്രൊസസറാണ് വരുന്നത്. then ഇതിന്റെ ഗെയിം കളിക്കുമ്പോഴൊക്കെയുള്ള ഹീറ്റിംഗ് ഇഷ്യൂ, അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് ആവശ്യത്തിന് വരുന്നുണ്ട്, നല്ല ഓവറായിട്ട് വരുന്നില്ല, ഹീറ്റിംഗ് ഇല്ലാതെ ഇരിക്കുന്നില്ല. നമ്മളിപ്പോ സാധാ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പോക്കോ X2 ആയാലും അതുപോലെ റെഡ്മി ഫോൺസ് ഒക്കെ നോക്കുമ്പോൾ റെഡ്മി ഫോൺസിലൊക്കെ എത്രത്തോളം ഹീറ്റ് വരുന്നുണ്ട് അത്രയ്ക്ക് ഹീറ്റ് തന്നെയാണ് നമ്മുടെ ഈ പോക്കോ എക്സിൽ വരുന്നത്. കൂടുതലായിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിലും, കപ്പാസിറ്റി മീൻസ് ബാറ്ററി മൊബൈൽ കളിക്കുമ്പോൾ ഗെയിം കളിക്കുമ്പോൾ ചാർജ് കുറയും നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, സാധാ പോലെ തന്നെ ഇതിലും ഫീൽ ചെയ്യുന്നുള്ളൂ. ദെൻ നമ്മുടെ ഫോണിന്റെ അടുത്തൊരു നെഗറ്റീവ് നോക്കാം. നെഗറ്റീവ്സ് പറയുന്നത് മാത്രം, നമ്മൾ റിവ്യൂ പറയുമ്പോൾ മെറിറ്റും ഡിമെറിറ്റും നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം പറയണല്ലോ. അതുകൊണ്ട് ഒരു നെഗറ്റീവ് പറയുകയും ചെയ്യാം. അതായത് നമ്മുടെ ഫോണിന്റെ ഒരു ഹൈബ്രിഡ് സ്ലോട്ട് ആണ് വരുന്നത്. അറ്റ് എ ടൈമിൽ ഒരു സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 സിം
ഇത് മാത്രമാണ് നമ്മുടെ ഫോണിൽ ഇടാനായിട്ട് സാധിക്കുന്നത്. രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് നമുക്ക് ഇടാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഫോണിന്റെ ഒരു അകക്കണ്ണ്, നമ്മുടെ ഫോണിന്റെ ക്യാമറ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാം വരുന്നത് ഒരു 20 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാം ആണ് വരുന്നത്. ബാക്കിൽ 64+13+2+2 64 മെഗാ പിക്സലിന്റെ ഒരു സോണിയുടെ പ്രൈമറി ക്യാമറ, 13 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സലിന്റെ മാക്രോ, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസിംഗ് ക്യാമറ. നമ്മുടെ സാധാരണ റെഡ്മി ഫോർസ് വെച്ച് നോക്കുകയാണെങ്കിൽ മാക്രോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ പോക്കോ എക്സ്3 മാക്രോ മെഗാ പിക്സൽ ലെങ്സ് കുറച്ച് കുറവാണ്, കുറച്ചും ബാക്കിലോട്ടാണ് നമ്മുടെ ഫോണിന്റെ മാക്രോ ലെങ്സ് ഇരിക്കുന്നത്. ദെൻ ഇതിന്റെ ക്യാമറയിൽ സാമ്പിൾസ് ഫീച്ചേഴ്സ് മൊത്തം അൺബോക്സിംഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, റിവ്യൂവിലും കാണിക്കും തന്നെയായിരിക്കും. ദെൻ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ലൈറ്റിൽ അടിപൊളി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അത് നോക്കുകയാണെങ്കിൽ പോക്കോ എക്സ്2 യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി പോക്കോ എക്സ്2 വരുന്നുണ്ട്. അതിനകത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് നമ്മുടെ പോക്കോ എക്സ്3 ക്യാമറ അവർ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ നാച്ചുറൽ ലൈറ്റിൽ അടിപൊളി ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും കുറവാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കളർ കുറച്ചുകൂടി പോപ്പ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ടാവും, അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. സാച്ചുറേഷൻ കുറച്ച് കൂടുതലാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് എടുക്കുമ്പോൾ. ദെൻ നമ്മുടെ ഫോണിന്റെ ഒരു ഡാർക്ക് ലൈറ്റിലൊക്കെ, അതായത് ഇപ്പോൾ വെളിച്ചമില്ലാത്ത സമയത്തൊക്കെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് നോയ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ എന്നാലും നാച്ചുറൽ ലൈറ്റിൽ അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഫോണിന് കുറച്ചും കൂടി വേറെ ഫോൺസിൽ നിന്ന് കാണാത്ത ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഫോണിന് പോക്കോ എക്സ്3 വരുന്നത്. അതായത് നമ്മുടെ പോക്കോ എക്സ്3 നമുക്ക് രണ്ട് ക്യാമും അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും അറ്റ് എ ടൈമിൽ നമുക്കൊരു ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ സ്ക്രീൻ രണ്ടായി ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന് നമ്മുടെ ക്യാമറയ്ക്ക് ക്ലോൺ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫോട്ടോയിൽ ജസ്റ്റ് നമ്മൾ 4-5 പേരെ നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും എന്താണ് ഈ ക്ലോൺ എന്ന് പറയുന്നത്. ഞാൻ ക്യാമറ റിവ്യൂവിൽ ഡീറ്റെയിൽ ആയി അത് പറയുന്നതായിരിക്കും. ദെൻ ഇതിന്റെ ബാറ്ററി കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്ന ഒരു ഫോണാണ് നമ്മുടെ പോക്കോ എക്സ്3. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി, അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് നോക്കുകയാണെങ്കിൽ 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമ്മുടെ ഫോണിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ റിയൽമി നാർസോ 20 സീരീസിൽ നോക്കുകയാണെങ്കിൽ റിയൽമി നാർസോ 20ൽ ഒരു 6000 mAh ബാറ്ററി വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചാർജർ നോക്കുകയാണെങ്കിൽ വെറും 18 വാട്ടിന്റെ ഒരു ചാർജർ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ റിയൽമി നാർസോ 20 പ്രോയിൽ നോക്കുകയാണെങ്കിൽ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പക്ഷെ അതിൽ ബാറ്ററി കപ്പാസിറ്റി 4500 mAh ഉള്ളൂ. പക്ഷെ നമ്മുടെ പോക്കോ എക്സ്3 നോക്കുകയാണെങ്കിൽ രണ്ടും ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് വരുന്നത്. പോക്കോ എക്സ്2ന്റെ കാട്ടും ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് നമ്മുടെ പോക്കോ എക്സ്3 വരുന്നത്. അതൊക്കെയാണ് നമ്മുടെ ഫോണിന്റെ റിവ്യൂവിൽ നമ്മുടെ ഫോണിന്റെ ഡീറ്റെയിൽസ് മൊത്തം പറയാനായിട്ടുള്ളത്. ദെൻ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫോണിന്റെ ഒരു പ്രൈസിംഗ് സെക്ഷനിലോട്ട് നമുക്ക് പോകാം. അതായത് നമ്മുടെ ഫോൺ വരുന്നത് 3 വേരിയൻസിലാണ്. 6GB RAM 64GB ഇന്റേണൽ ആൻഡ് 6GB RAM 128GB ഇന്റേണൽ, പിന്നെ 8GB RAM 128GB ഇന്റേണൽ. അങ്ങനെ 3 വേരിയൻസാണ് നമ്മുടെ ഫോൺ വരുന്നത്. ആദ്യം തന്നെ നമ്മുടെ ബേസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 6GB RAM 64GB ഇന്റേണൽ, അതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 16,999 രൂപയാണ് നമ്മുടെ ഫോണിന്റെ പ്രൈസ് വരുന്നത്. ദെൻ 6GB RAM 128GB ഇന്റേണൽ, നമ്മുടെ കയ്യിലുള്ള ഫോണിന്റെ വേരിയന്റ് ആണ് 6GB RAM 128GB ഇന്റേണൽ. അതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 18,499 രൂപയാണ് നമ്മുടെ ഫോണിന്റെ പ്രൈസ് വരുന്നത്. ദെൻ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള 8GB RAM 128GB ഇന്റേണൽ 19,999 രൂപയാണ് നമ്മുടെ ഫോണിന്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ ഒരു 3 വേരിയന്റ്സിൽ 17,000 മുതൽ 20,000 വരെയുള്ള ബഡ്ജറ്റിലാണ് നമ്മുടെ ഫോൺ ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഫോണിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പറയാം. ആദ്യം തന്നെ നമ്മുടെ ഫോണിന്റെ മെറിറ്റിന്റെ കാര്യം നോക്കാം. അതായത് നമ്മുടെ ഫോണിന്റെ മെറിറ്റ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്വാളിറ്റി വരുന്നുണ്ട്, അതായത് നല്ല രീതിയിൽ ഡിസ്പ്ലേ ക്വാളിറ്റി വരുന്നുണ്ട്, നല്ലൊരു ക്യാമറ കാണിക്കുന്നുണ്ട്, നല്ല ക്യാമറ പിക്ചർ ക്വാളിറ്റി എല്ലാം വരുന്നുണ്ട്, നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പും ബാറ്ററി കപ്പാസിറ്റി അതുപോലെ തന്നെ ചാർജറും നല്ല ഒരു അടിപൊളി സംഭവം തന്നെയാണ്. ദെൻ ഡീമെറിറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ഒരു തിക്നെസ് ആൻഡ് വെയിറ്റ് അതാണ് കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത്. ഒരു 10.1 mm ഒരു തിക്നെസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 225 ഗ്രാംസിന്റെ വെയിറ്റും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബൾക്ക് ആയിട്ടുള്ള ഡിവൈസ് ആണ് നമ്മുടെ പോക്കോ എക്സ്3. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ ലോക്ക് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ലോക്ക് സ്ക്രീൻ അത്യാവശ്യം നല്ല സ്പീഡുള്ള ലോക്ക് സ്ക്രീൻ എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഒരു സാധാ പോലെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ സെൻസ് ചെയ്യുന്നത് ഒരു സാധാ ഒരു ആവറേജ് ഫോൺ പോലെ, കൂടുതലായിട്ട് ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സ്ലോ എന്ന് പറയാനുള്ള ആവറേജ് തരത്തിൽ നമ്മുടെ ഫോണിന്റെ ലോക്ക് സ്ക്രീൻ ഡിറ്റക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ, ഫ്രണ്ടിലെ ലോക്ക് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ലോ ആണ്. അത് ഇനി വരുന്ന ഫ്യൂച്ചർ അപ്ഡേഷൻസിൽ ശരിയാവുമെന്ന് വിചാരിക്കാം. കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമിൽ സ്ക്രീനൊക്കെ അൺലോക്ക് ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്. അതൊക്കെയാണ് നമ്മുടെ ലോക്ക് സ്ക്രീനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പോക്കോ എക്സ്3ന്റെ ഫുൾ റിവ്യൂവിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു തിക്നെസ്സും അതുപോലെ തന്നെ വെയിറ്റും കൂടുതലായാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ സിമ്പിളായി ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് യാതൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫോണിന്റെ ഡീമെറിറ്റ്സ് ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു വീഡിയോ നാളെ പാക്കലാം.
close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us